നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2024 ജനുവരി 12 കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇനിയും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നമ്മുടെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കണ്ട. പിന്നെന്താണ്, ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഇടുക. LDCയുടെ ക്ലാസ്സുകളല്ല, ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുകൾ, ഏറ്റവും ആദ്യം വേണ്ടുള്ള ടോപ്പിക്കുകൾ കമൻറ്റ് ഇട്ടാൽ വേഗം അതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി തൊട്ട് ഒരു പുതിയൊരു സീരീസ് കൂടെ കൊണ്ടുവരുവാണ്, മിക്സഡ് കറണ്ട് അഫയേഴ്സ്. മിക്സഡ് കറണ്ട് അഫയേഴ്സിൽ നമ്മുടെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, മാതൃഭൂമിയുടെ മാസികയുണ്ടല്ലോ, അതും തൊഴിൽവാർത്ത, തൊഴിൽവീതി, PSC ബുള്ളറ്റിൻ, ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ആയിരിക്കും മിക്സഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മൾ ഉടനെ തന്നെ കൊണ്ടുവരും. അപ്പോൾ എന്താണ്, നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് പറഞ്ഞേക്കുന്നത്, നൈട്രജൻ ഉപയോഗിച്ചിട്ടുള്ള വധശിക്ഷയ്ക്ക് അനുമതി. അപ്പോൾ ഏത് രാജ്യമാണ് നൈട്രജൻ ഉപയോഗിച്ചിട്ടുള്ള വധശിക്ഷയ്ക്ക് അനുമതി നൽകിയത്? അങ്ങനെ ഒരു ചോദ്യമായിരിക്കും വരുന്നത്. ആരാണ് വധശിക്ഷയ്ക്ക് അനുവദിച്ചത്? US ആണ് കേട്ടോ. US ആണ് നൈട്രജൻ ഉപയോഗിച്ചിട്ടുള്ള വധശിക്ഷയ്ക്ക് അനുമതി നൽകിയത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഉപഗ്രഹം വഴി SMS അയച്ച് സ്റ്റാർലിങ്ക്. അപ്പോൾ എന്താണ് സ്റ്റാർലിങ്ക് ചെയ്തത്? ഉപഗ്രഹത്തിൽ നിന്ന് മൊബൈൽ സിഗ്നൽ നൽകുന്ന സ്റ്റാർലിങ്ക് ഡയറക്റ്റ് ടു സെൽ എന്ന പദ്ധതി, ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് SMS അയച്ചത്. അത് വിജയം കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരെന്താണ്, നമുക്ക് ടവറിൽ നിന്നല്ലേ ഫോണിന് സിഗ്നൽ കിട്ടുന്നത്, ആ രീതി മാറ്റിയിട്ട് നേരിട്ട് ഉപഗ്രഹത്തിൽ നിന്ന് എന്താണ് നമ്മുടെ ഫോണിലേക്കൊക്കെ സിഗ്നൽ കിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കുള്ള ഗുണം എന്താണ്, നമുക്ക് കടലിലാണെങ്കിലും കരയിലാണെങ്കിലും ഏത് കുന്നിൻ്റെ മേളിലാണെങ്കിലും എന്താണ് നമുക്ക് സിഗ്നൽ കിട്ടും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയാണ് ഇവർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവന്നത് ആരാണ്? സ്റ്റാർലിങ്ക് ആണ്. സ്റ്റാർലിങ്കിൻ്റെ ഉടമസ്ഥൻ ആരാണ്? ഇലോൺ മസ്ക് ആണ്. അതുകൂടെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി വെക്കാനുള്ളത്. അടുത്ത എന്താണ്, 33ാമത് ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ്? അഹമ്മദാബാദിലാണ്. 33ാമത് ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ എവിടെയാണ്? അഹമ്മദാബാദിലാണ്. 34ാമത് ആഫ്രിക്കൻ നേഷൻ കപ്പ് ഫുട്ബോളിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? അത് ഐവറി കോസ്റ്റ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 33ാമത് ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ എവിടെയാണ് നടന്നത്? അഹമ്മദാബാദിലാണ് നടന്നത്. 34ാമത് ആഫ്രിക്കൻ നേഷൻ കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? അത് ഐവറി കോസ്റ്റ് ആണ്. ഓക്കെ അല്ലേ. ഇനി ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തുന്നു എന്ന് കാട്ടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ എന്താണ് കേസ് നൽകിയ രാജ്യം? അതേതാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടക്കുന്നുണ്ട് എന്ന് തുറന്നു കാട്ടി എന്താണ് കേസ് കൊടുത്ത രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ആർക്കാണ് കൊടുത്തത്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കാണ് കൊടുത്തത്. ഓക്കെ, ഇനി പുനർവികസനത്തിനായി അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന് കീഴിൽ റെയിൽവേ മന്ത്രാലയം അടുത്തിടെ ഉൾപ്പെടുത്തിയ കർണാടകയിലെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഉഡുപ്പി സ്റ്റേഷൻ. ഏതാണ്? ഉഡുപ്പി സ്റ്റേഷൻ. അപ്പോൾ ഉഡുപ്പി സ്റ്റേഷൻ എവിടെയാണ്? കർണാടകയിലാണ്. എന്തിൻ്റെ കീഴിലാണ്? അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൻ്റെ കീഴിലാണ്. ഓക്കെ അല്ലേ. അടുത്ത എന്താണ്, ഇനി നമ്മുടെ ഏഷ്യൻ കപ്പിൽ എന്താണ് വനിതാ റഫറി വരികയാണ്. അപ്പോൾ ആ ന്യൂസാണ് നമുക്കിനി അടുത്തതായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ എന്താണ്, ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം നിയന്ത്രിക്കാൻ ഏഷ്യ കപ്പിൽ വരുന്നത് ആരാണ്? നമ്മുടെ ജപ്പാൻ്റെ യോഷിമി യമാഷിറ്റയാണ്. ആരാണ്? യോഷിമി യമാഷിറ്റ. എന്താണ് പ്രത്യേകത? 2019 AFC കപ്പിലും 2022 AFC ചാമ്പ്യൻഷിപ്പ് ലീഗിലും എന്താണ് റഫറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ജപ്പാനിൽ നിന്നുള്ള ആദ്യത്തെ പ്രൊഫഷണൽ വനിതാ റഫറിയാണ് ഈ യോഷിമി എന്ന് പറയുന്നത്. അപ്പം ജപ്പാനിൽ നിന്നുള്ള ആദ്യത്തെ പ്രൊഫഷണൽ വനിതാ റഫറി ആരാണ്? യോഷിമിയാണ്. അപ്പോൾ ഏതിലാണ് ഇപ്പം വരുന്നത്? ഏഷ്യൻ കപ്പിലാണ്. അതൊന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ അല്ലേ. അടുത്ത ഫാക്ട് എന്താണ്, നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ 161ാം ജന്മദിനം ഇപ്പം 2024 ആഘോഷിച്ചു. എത്രാമത്തെയാണ്? 161ാമത്തത്. അപ്പം 2024 എന്താണ്? യുവജന ദിനമായിട്ട് ആചരിക്കുന്നതാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം. അപ്പോൾ ഈ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? ദേശീയ യുവജന ദിനം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്
യൂത്ത് ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്, നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. അതിൻ്റെ വേദി 2024 എവിടെയായിരുന്നു? മഹാരാഷ്ട്രയിലെ നാസിക്കാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാസിക്കാണ്. 27ാമത്തെ വേദിയാണ് 2024. എത്രാമത്തെയാണ്? 27ാമത്തെ വേദിയാണ്. ഓക്കെ, അടുത്ത എന്താണ്? അടുത്ത ഇന്ത്യയിൽ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ നിലവിൽ വരാൻ പോവാണ്. എന്നാണ് വരുന്നത് അറിഞ്ഞു വെച്ചേക്കുക, 2026 ഇന്ത്യയിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ നിലവിൽ വരുന്നത് എന്നാണ്? 2026 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ മോളിക്കുലർ ബയോഫിസിക്സ് യൂണിറ്റിലെ ഗവേഷക സംഘം വികസിപ്പിച്ച തദ്ദേശീയ കോവിഡ് വാക്സിൻ ഏതാണ്? RS2 ആണ്. ഏതാണ്? RS2 ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ മോളിക്കുലർ ബയോഫിസിക്സ് യൂണിറ്റിലെ ഗവേഷക സംഘം വികസിപ്പിച്ച തദ്ദേശീയ കോവിഡ് വാക്സിൻ ഏതാണ്? RS2 ആണ്. ഓക്കെ, ഇനി അടുത്ത റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നിയന്ത്രിക്കുന്ന വനിത ആരാണ്? റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന വനിത ആരാണ്? ശ്വേത കെ സുഗതനാണ്. മലയാളിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ശ്വേത കെ സുഗതൻ. അപ്പം 2 തവണ നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിത. ഇപ്പം 2 തവണ അല്ലാതെ ആദ്യം ഒരു പ്രാവശ്യം നിയന്ത്രിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരാണ്? കിരൺ ബേദിയാണ്. ആദ്യം നിയന്ത്രിച്ചത് കിരൺ ബേദിയാണ്. 1975 1 തവണ. 2 തവണയായപ്പോൾ അതാരാണ്? ശ്വേത കെ സുഗതനാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത എന്താണ്? ടൂറിസത്തിന് മിഴിവേക്കാൻ മഹാകവി ജി സ്മാരകം. ഒന്നുമില്ല, നമ്മുടെ ജി ശങ്കരക്കുറുപ്പിന്റെ സ്മാരകം എന്താണ്? ടൂറിസത്തിന് കിട്ടിയിരിക്കുകയാണ്, അതായത് പൊതു ഇടമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ന്യൂസാണ് ഇപ്പോൾ പഠിക്കാനുള്ളത്. അപ്പം നമ്മുടെ കൊച്ചിയിൽ എന്താണ്? ഹൈക്കോടതിക്ക് സമീപം പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകത്തോട് ചേർന്നിട്ടാണ് ജി സ്മാരകവും നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഗബ്രിയേൽ അറ്റലാണ്. ആരാണ്? ഗബ്രിയേൽ അറ്റലാണ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി. പഠിച്ചു വെച്ചേക്കുക, ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഗബ്രിയേൽ അറ്റലാണ്. ഇനി നമ്മുടെ ഗഗൻയാനെ പറ്റിയുള്ള ന്യൂസാണ്. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ദൗത്യമാണ് ഏതെന്ന് പറയുന്നത്? ഗഗൻയാൻ എന്ന് പറയുന്നത്. അതിൻ്റെ എന്താണ്? ഇനി ഒരു പരീക്ഷണം 2024 ജൂണിൽ നടക്കുന്നുണ്ട്. അതിനകത്ത് എന്താണ്? മനുഷ്യരെ റോബോട്ടിനെ ഒന്നും കൊണ്ടുപോകുന്നില്ല. അതിൻ്റെ ഒരു ന്യൂസാണ്. ഇപ്പം നിലവിൽ അതിന് പ്രാധാന്യമൊന്നുമില്ല, എന്നാലും ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. നടപ്പിലാക്കുമ്പോൾ നമുക്ക് വിശാലമായിട്ട് നോക്കാം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? പൊണ്ണത്തടി കുറയ്ക്കാൻ ഒസെംപിക്. എന്താണ് പറഞ്ഞേക്കുന്നത്? വിദേശ രാജ്യങ്ങളിൽ പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ഒസെംപെക് എന്ന് പറയുന്ന മരുന്ന്, ഒസെംപിക് എന്ന് പറയുന്ന ഈ മരുന്ന് എന്താണ്? പൊണ്ണത്തടി കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് ഇത് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇത് കിട്ടില്ല, അതുകൊണ്ട് എന്താണ്? വിദേശത്തു നിന്ന് വരുത്തുകയാണ്. അപ്പോൾ ആ ഒരു ന്യൂസാണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ്? പൊണ്ണത്തടി കുറയ്ക്കാനായിട്ട് ഏതാണ് സഹായിക്കുന്നത്? ഒസെംപിക് ആണ് സഹായിക്കുന്നത്. ഇത് എന്തിനുള്ള മരുന്നാണ്? പ്രമേഹത്തിനുള്ള മരുന്നാണ്. ഓക്കെ, അപ്പോൾ കുത്തിവെപ്പിനുള്ള മരുന്ന് പ്രമേഹ രോഗികൾക്ക് ഒസെംപിക് എന്ന പേരിലും അമിതവണ്ണമുള്ളവർക്ക് വിഗോവി എന്ന പേരിലുമാണ് വിദേശ വിപണിയിൽ കിട്ടുന്നത്. അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അടുത്ത ന്യൂസ് എന്താണ്? 2024 ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഇക്വഡോർ ആണ്. 2024 ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഇക്വഡോർ ആണ്. ഓക്കെ, ഇനി ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റെഫറി നമ്മൾ പഠിച്ചാണ് യോഷിമി യമാഷി. ആരാണ്? യോഷിമി യമാഷിയാണ്. ഇന്ത്യ ഓസ്ട്രേലിയ മത്സരമാണ് നിയന്ത്രിക്കുന്നത്. ഇനി ജനുവരി 14 പ്രത്യേകത എന്താണ്? വേൾഡ് ലോജിക് ഡേ ആണ്. എന്താണ്? വേൾഡ് ലോജിക് ഡേ ആണ്. പഠിച്ചു വെച്ചേക്കുക. അടുത്ത ചന്ദുബി ഫെസ്റ്റിവൽ അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അസമാണ്. ചന്ദുബി ഫെസ്റ്റിവൽ എവിടെയാണ്? അസമാണ്. ഒന്നുകൂടെ പറയാം, എവിടെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇക്വഡോറിലാണ്. അടുത്ത എന്താണ്? ഏഷ്യ കപ്പ് മത്സരം നിയന്ത്രിക്കുന്ന വനിതാ റഫറി ആരാണ്? യോഷിമിയാണ്. അടുത്ത ജനുവരി 14 പ്രത്യേകത വേൾഡ് ലോജിക് ഡേ. ചന്ദുബി ഫെസ്റ്റിവൽ എവിടെയാണ് നടന്നത്? എവിടെയാണ്? അസമിലാണ് നടന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ദുരന്തമുഖത്തിൽ അകപ്പെട്ട ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് എന്താണ്? ഈ പറയുന്ന രക്ഷാപ്രവർത്തകരുമായിട്ട് ആശയവിനിമയം നടത്താനായിട്ട് ഈ വരുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകുന്ന കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പദ്ധതിയാണ് പ്രാപ്യം എന്ന് പറയുന്നത്. അപ്പം എന്താണ് പ്രാപ്യം? സംസാരശേഷിയോ എന്താണ് ശ്രവണശേഷിയോ ഇല്ലാത്ത ആ ആളുകൾക്ക് എന്താണ് ഒരു ദുരന്തത്തിൽപ്പെട്ട അവരെ സഹായിക്കാൻ വേണ്ടി ഈ വരുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകുന്ന പദ്ധതിയാണ്
പ്രാപ്യം. അടുത്ത ന്യൂസ് എന്താണ്? ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെന്ററിൽ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയ് മിനി. എന്താണ്? കുഫ്രി ഉദയ് മിനി. അപ്പൊ എന്താണ് കുഫ്രി ഉദയ് മിനി? ഉരുളക്കിഴങ്ങാണ്. എന്താണ്? ഉരുളക്കിഴങ്ങ്, കുഫ്രി ഉദയ മിനി. ഓക്കെ, അപ്പൊ എന്താണ്? ഹരിയാനയിലെ കർണാലിലാണ് വികസിപ്പിച്ചത്. പൊട്ടറ്റോ ടെക്നോളജി സെന്റർ, ഹരിയാനയിലെ പൊട്ടറ്റോ ടെക്നോളജി സെന്ററിൽ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയ് മിനി. ഓക്കെ, അടുത്ത 2024 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. 80. എത്രയാണ്? 80 ആണ്. അപ്പം 2024 ജനുവരിയിൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 80 ആണ്. ഓക്കെ, ഇനി കരസേനയുടെ സദ്ഭാവന പദ്ധതിയുടെ ഭാഗമായി പൂഞ്ചിലെ ഗ്രാമം ദത്തെടുത്ത് കരസേന മേധാവി ആരാണ്? ജനറൽ മനോജ് പാണ്ഡെ ആണ്. ആരാണ്? മനോജ് പാണ്ഡെ പുഞ്ചിലെ ഗ്രാമം ദത്തെടുത്തു. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അടുത്തിടെ നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? US ആണ്. നമ്മൾ പഠിച്ചതാണ്. അടുത്ത എന്താണ്? അടുത്ത നമ്മൾ പഠിച്ചതാണ് നമ്മുടെ എന്താണ് ക്ലീനിങ്ങിന്റെ കാര്യം പറഞ്ഞതാണ്. കേരള 22ാം സ്ഥാനത്തൊക്കെ പറഞ്ഞതാണ്. അത് എന്താണ്? 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരങ്ങളിൽ രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായിട്ട് തെരഞ്ഞെടുത്തത് ഇൻഡോറും സൂററ്റ് ആണ്. പിന്നെന്താണ്? രണ്ടാമത് വരുന്നത് നവി മുംബൈ ആണ്. പിന്നെന്താണ്? കേരളം സംസ്ഥാനത്തിന്റെ കാര്യമാണ് പറയുന്നത്. സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ കേരളം 22ാമതാണ്. ആദ്യം ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ അല്ലേ? അടുത്തത് മോദിക്കെതിരായ പരാമർശം നടത്തിയതിന് മാലദ്വീപ് സ്ഥാനപതിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. അപ്പോൾ മാലദ്വീപിന്റെ ഇന്ത്യൻ സ്ഥാനപതി ആരാണ് എന്നൊന്ന് പഠിച്ചു വെച്ചേക്കുക. ആരാണ്? ഇബ്രാഹിം ഷഹീബാണ്. ആരാണ്? ഇബ്രാഹിം ഷഹീബാണ്. ഓക്കെ അല്ലേ? അടുത്ത ന്യൂസ് എന്താണ്? ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ്? 4ാമത്തെ തവണയാണ്, തുടർച്ചയായി 4ാമത്തെ തവണയാണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ട് ആര് വരുന്നത്? ഷെയ്ഖ് ഹസീന വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 2024 ജനുവരി 12 പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്താണ് കറക്റ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുകൾ അപ്ഡേറ്റ് ചെയ്ത് വരിക. നമുക്കിനി ടോപ്പിക് വൈസ് ക്ലാസ്, മിക്സഡ് കറണ്ട് അഫയേഴ്സ് ഒക്കെ വരുമ്പോൾ ഈ സെയിം ടോപ്പിക്കുകൾ തന്നെ കറങ്ങി വരും. അപ്പം നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ ആവും. ഓക്കെ, അപ്പം നിങ്ങൾ എന്താണ് കറക്റ്റായിട്ട് നോട്ടിനകത്ത് എഴുതി പോവുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.